ഹായ് ഡിയാസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇങ്ങനെ ഒരു ഇൻട്രോ ആദ്യമായിട്ടാണ് എടുക്കുന്നത്. ബബിക്കുട്ടനോട് ഹായ് പറയാനൊക്കെ പറഞ്ഞിട്ട് പറയാനുള്ള ഭയങ്കര ജാടിയായിട്ട് നിൽക്കണേണ്. ഞങ്ങളൊരു സ്ഥലം വരെ പോകണേട്ടോ. അപ്പോൾ വഴിയേ ഞാൻ പറയാം എവിടെ പോകണമെന്നുള്ളത്. എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതെൻ്റെ പോസ്റ്റ് ഓഫീസിലെ പാസ്ബുക്കാണ് കേട്ടോ. ഒരു 8 വർഷം മുമ്പ് ഞാൻ ഒരു സേവിങ്സ് സ്കീമിൽ ചേർന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ സമയത്ത് ഞാൻ എരമല്ലൂർ ഒരു ഷോപ്പിൽ പാർട്ട് ടൈമായിട്ട് ജോലിക്ക് നിൽക്കണമായിരുന്നു. അന്ന് പഠിക്കണമുണ്ടായിരുന്നു, ഷോപ്പിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നിന്ന് എനിക്കെന്തോ 2500 രൂപയ്ക്ക് സാലറി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ ഈ ഒരു സേവിങ്സ് സ്കീമിൽ ചേർന്നിട്ട് ഇങ്ങനെ കുറച്ച് പൈസയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുമായിരുന്നു കേട്ടോ. പക്ഷെ അത് മുടങ്ങിപ്പോയി. ഞാൻ പിന്നെ വേറെ സ്ഥലത്തൊക്കെ ജോലിക്കൊക്കെ പോയപ്പോഴേക്കും അത് മുടങ്ങിപ്പോയി. ഞാൻ അങ്ങനെ അധികമൊന്നും അടച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പേപ്പറുകളൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു ചീട്ട് എനിക്ക് കിട്ടിയിട്ടാ. അപ്പോൾ ഞാനിങ്ങനെ നമുക്ക് പോയി ചോദിച്ചു നോക്കാം, എനിക്ക് കിട്ടട്ടെ എന്നുള്ള വിചാരിച്ച് ഞാനങ്ങനെ ചോദിച്ചപ്പോഴേക്കും അവർ പറഞ്ഞ് പാസ്ബുക്ക് വേണം, പാസ്ബുക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പൈസ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞാനും ഇച്ചായനും ബബിക്കുട്ടനും കൂടി രാവിലെ പോയി നമ്മുടെ ആ ഒരു കളക്ഷൻ ഏജൻറ്റിൻ്റെ കയ്യിലായിരുന്നു ആ പാസ്ബുക്ക്. അപ്പോൾ ആ ചേച്ചിയുടെ വീട്ടിൽ പോയി നമ്മളെ പാസ്ബുക്കൊക്കെ വാങ്ങിച്ച് 8 വർഷം മുമ്പത്തെ പാസ്ബുക്കാണെന്ന് ഓർക്കണേ. ആ ചേച്ചി അതൊക്കെ നോക്കി നമുക്ക് തന്നിട്ടാ. അങ്ങനെ നമ്മൾ ആ പാസ്ബുക്കൊക്കെ ആയിട്ട് അവിടെ ചെന്നപ്പോഴേക്കും പോസ്റ്റ് ഓഫീസിൽ നിന്ന് നല്ല രീതിയിൽ പോസ്റ്റ് കിട്ടി. എന്നിട്ട് നമുക്ക് ഈ ഒരു പൈസ കിട്ടിയിട്ടാ. വളരെ കുഞ്ഞ് എമൗണ്ട് ആയിരുന്നു, എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമായി. അത്രയും നാൾ മുമ്പ് ഞാനിട്ട് പൈസയല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. വളരെ ചെറിയ എമൗണ്ട് ആയിരുന്നു, പക്ഷേ ഇൻട്രസ്റ്റ് സഹിതം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ശരിക്കും നമ്മുടെ കയ്യിൽ ഒറ്റ പൈസ ഇല്ലാണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോഴാണ് നമുക്ക് ഈ ഒരു ഇതിങ്ങനെ കിട്ടിയിട്ട് ഇങ്ങനെ ചോദിക്കാമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ പൈസ കിട്ടിയപ്പോഴേക്കും ഭയങ്കര സന്തോഷമായി. നമ്മൾ ജോലിയെടുത്ത് അന്ന് കൂട്ടി വെച്ച പൈസയല്ലേ, അപ്പോൾ അത് എനിക്ക് ഭയങ്കര വാല്യുബിളാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എന്തായാലും ബബിക്കുട്ടൻ അത്രയും നേരം അവിടെ പോസ്റ്റ് സൈഡൊക്കെ നിന്നുകൊണ്ടിട്ട് അവന് ഭയങ്കര ദേഷ്യത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ വേഗം തന്നെ ബേക്കറിയിലൊക്കെ പോയിട്ട് അവന് ലഡുവും പിന്നെ ജെംസൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഇടാം. അപ്പോൾ അവൻ സന്തോഷമായി. നമ്മളങ്ങനെ അവനെ അവിടെ നിന്ന് കടയിൽ നിന്നൊക്കെ വിളിച്ച് ഒരു കണക്കിനൊക്കെ ഇറക്കിക്കൊണ്ട് നമ്മൾ നേരെ കണ്ടക്കടവിലോട്ട് പോണേനെ. കണ്ടക്കടവിലോട്ട് പോണത് അമ്മച്ചിയുടെ അടുത്തോട്ട് പോണേണ്ട. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. എന്തായാലും പൈസ നമ്മുടെ കയ്യിൽ സത്യം പറഞ്ഞാൽ നിൽക്കില്ല, അത് വേറൊരു കാര്യം. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കയറി വാങ്ങണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അമ്മച്ചിയുടെ അടുത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇടാം. അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇത്തിരി പൈസ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത്ര വലിയ ആനക്കാര്യമാണെന്ന് വെച്ചാൽ അല്ല, ചെറിയൊരു എമൗണ്ട് ആയിരുന്നെങ്കിലും കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നമുക്കത് കിട്ടിയപ്പോഴേക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ അങ്ങനെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറി ഒരു ഇത്തിരിക്കോളം സാധനം വാങ്ങാനുണ്ടായിരുന്നുള്ളതൊക്കെ വാങ്ങിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അപ്പനും മകനും കൂടി അവിടെ നിന്നുകൊണ്ട് എന്തോ മിഠായിയൊക്കെ വാങ്ങിച്ച് പൊട്ടിച്ചൊക്കെ തിന്നുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരെയൊക്കെ പെറുക്കിക്കൊണ്ട് നമ്മൾ നേരെ മീൻ കടയിൽ കയറി നോക്കി മീൻ വാങ്ങിക്കാനായിട്ട്. പക്ഷേ അവിടെ ഇച്ചാൻ ഇഷ്ടപ്പെട്ടൊന്നുമില്ലായിരുന്നു പറഞ്ഞ് ഇച്ചാൻ ഇറങ്ങിപ്പോന്നേ. പിന്നെ അവിടെ നേരെ നമ്മൾ അമ്മച്ചിയുടെ അടുത്തോട്ട് പോകണേ കേട്ടോ. അമ്മച്ചിയുടെ അടുത്ത് ഉറപ്പായിട്ടും കറി ഉണ്ടാവും, എന്തെങ്കിലും കറി അമ്മ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കറി എടുത്തുകൊണ്ട് വരാമെന്നൊക്കെ വിചാരിച്ച് നമ്മളങ്ങനെ പോകണേ കേട്ടോ. കണ്ടക്കടവിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഞാനപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാൻ തന്നെ ഞാൻ കാരണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി പൈസയാണെങ്കിൽ നമ്മളെപ്പോഴും സേവിങ്സിലോട്ട് മാറ്റി വെക്കണം. ശരിക്കും പറഞ്ഞാൽ ഇപ്പം എനിക്ക് ജോലി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ നമുക്ക് പൈസയൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടാവാറില്ല. പക്ഷേ ഇച്ചായനാണെങ്കിലും മാറ്റി വെക്കണം എന്നുള്ളൊരു ചിന്ത വരാറില്ല. നമുക്ക് അന്നെന്നുള്ളത് അന്നന്ന് അങ്ങനെ കഴിഞ്ഞു പോകണേ. പക്ഷേ ശരിക്കും എനിക്ക് എന്താ പറയുക, നമ്മൾ പൈസ മാറ്റി വെക്കണം. പൈസ മാറ്റി വെക്കുമ്പോഴായിരിക്കും ആ ഒരു നമുക്ക് പിന്നീട് അത് എടുക്കുമ്പോഴേക്കും അതൊരു അടിപൊളി ഫീലായിരിക്കും. അങ്ങനെ നമ്മൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയുക എക്സൈറ്റഡ് ആവണത്. നമ്മളന്ന് വീട്ടിൽ ചെന്നപ്പോഴത്തേനും അമ്മ പറഞ്ഞു ഇവിടെ കറിയൊന്നുമില്ല, മുള്ളനുണ്ടായിരുന്നു, അപ്പോൾ അത് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചെന്നെങ്കിൽ പിന്നെ ഇവിടെ ചെല്ലാനും ഹാർബർ അടുത്തല്ലേ, നമുക്ക് പോയിട്ട് നോക്കിയിട്ടും വരാമെന്ന് പറഞ്ഞേ. അങ്ങനെ ഹാർബറിൽ ചെന്നപ്പോഴേക്കും എൻ്റെ അച്ഛൻ അവിടെ നിൽക്കണ്. എൻ്റെ അച്ഛൻ വള്ളത്തിൽ പണിക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛനായിട്ട് ഈ വന്നത്. അപ്പോൾ അച്ഛന് ഇങ്ങനെ അവിടെ പണിക്ക് പോകുന്ന ആൾക്കാർക്ക് കറി കൊടുക്കുമല്ലോ, അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വേണമെങ്കിൽ തരാമെന്നും പറഞ്ഞാൽ അത് എനിക്ക് തന്നു വിട്ട് കേട്ടോ. ഇത് കുട്ടനായിരുന്നു കേട്ടോ മീൻ. അപ്പോൾ ഇത് എന്തായാലും നമുക്ക് കിട്ടി. പിന്നെ വേറെയും കൂടി കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഞാനും ഇച്ചായനും കൂടി ഒരു കവറൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു പോകേണ്ട. അപ്പോൾ നമ്മൾ ആദ്യം ചെന്ന സ്ഥലത്തല്ലായിരുന്നു. ഇവിടെ നേരത്തെ പണ്ട് എപ്പോഴോ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ മീൻ മേടിക്കാനായിട്ടൊക്കെ ആദ്യമായിട്ടാണ് വന്നത്. അപ്പോൾ കറക്റ്റ് സ്ഥലമൊന്നും അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ ചെന്ന സമയത്തിൻ്റെ ആണെന്ന് തോന്നുന്നത്. നമുക്ക് എന്താ പറയണ എല്ലാം അവർ ലേലം വിളിയും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീനൊന്നും മേടിക്കാൻ വേണ്ടി നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലായി എല്ലാ വള്ളവും അടുപ്പിച്ചിട്ടുണ്ട്, ഇനി വള്ളമൊന്നും വരാനുമില്ല. അപ്പോൾ പിന്നെ അപ്പുറത്തേക്ക് വേഗം നടന്നു ചെന്നപ്പോഴത്തേക്കുമാണ് എൻ്റെ പൊന്നെ, ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണേണ്ട. കാരണം മീനൊക്കെ ലേലം വിളിച്ച് വെച്ചേക്കണതും അതുപോലെ എന്താണ്
നമ്മുടെ ഈ എന്താ പറയുക, വണ്ടിയിലൊക്കെ കയറ്റിയിട്ട് എക്സ്പോർട്ട് ചെയ്യാനൊക്കെ കൊണ്ടുപോകത്തില്ലേ, അങ്ങനെയൊക്കെ കൊണ്ടുപോകണതൊക്കെ ഞാൻ അങ്ങനെയൊക്കെ ഫസ്റ്റ് ടൈം കാണുന്നുണ്ട്. അപ്പം മീനൊക്കെ ചെയ്ത് പറഞ്ഞാൽ ഒരുപാട് മറ്റേ ഇത് കാക്കയായിരുന്നു. അത് കാക്കയൊക്കെ കുറേ കിടന്ന് പറക്കണ്ട കേട്ടോ, ഭയങ്കരമായിട്ട് കാക്കയൊക്കെ പറക്കണ്ടായിരുന്നേ. കാക്ക തന്നെയല്ലേ അത്? അത് തന്നെ, കാക്ക തന്നെയാണ്. അങ്ങനെ നമ്മൾ നോക്കി ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ട് കേട്ടോ. മേടിക്കാനാണെങ്കിലും കുറേ പേരൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇതുപോലെ കറിക്ക് വാങ്ങിക്കാനാണെങ്കിലും ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ. കാരണം വണ്ടിയിലൊക്കെ ആയിട്ട് കൊണ്ടുപോകണ വണ്ടിയില്ലേ, അപ്പോൾ അങ്ങനെ ലേലം വിളിച്ച് മീനൊക്കെ കൊണ്ടുപോകണ്ടായിരുന്നേ. പക്ഷെ നമ്മൾ ചെന്ന സമയം കഴിഞ്ഞു. അപ്പോൾ അവിടെ ചേട്ടന്മാരൊക്കെ പറയണ്ടായിരുന്നു രാവിലെ വരാൻ പാടില്ലായിരുന്ന ചെമ്മീൻ, അത്യാവശ്യം തരക്കേടില്ലാത്ത വലിപ്പത്തിലുള്ള ചെമ്മീനൊക്കെ 80 രൂപയ്ക്കൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ ചെന്നപ്പോഴേക്കും നമ്മളൊട്ടും പ്ലാൻ ചെയ്ത് പോയതല്ലല്ലോ. ഒരു ദിവസം ഇനി പ്ലാൻ ചെയ്തിട്ട് വേണം പോയി മേടിക്കാനായിട്ട്. ചെമ്മീനൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ലേലം വിളിച്ച് വെച്ചേക്കണം ഓൾറെഡി. ഇതൊക്കെ ഇപ്പോൾ അവരെടുത്തുകൊണ്ട് പോകും. നമ്മളവിടെയൊക്കെ കറങ്ങി നടന്നിട്ടൊന്നും നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ കിട്ടിയേനെ, മറ്റേ കൊഴുവയൊക്കെ കിട്ടിയേനെ. അവിടെ ആലോചിച്ചൊന്നും നിൽക്കാൻ സമയം ഉണ്ടായില്ല. കാരണം അവരൊരു വില അങ്ങോട്ട് പറയും, നമുക്കത് ഓക്കെ ആണെങ്കിൽ അപ്പം തന്നെ എടുത്തേക്കണം. നമ്മൾ ആലോചിച്ച് പിടിച്ചൊക്കെ നിന്ന് കഴിയുമ്പോഴേക്കും ആൾക്കാർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഇങ്ങനെ കുറേ പേര് ഇതുപോലെ മീൻ വീട്ടിലേക്ക് കറി വാങ്ങിക്കാനായിട്ടൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്താ പറയണത്, നമ്മൾ പെട്ടെന്ന് വാങ്ങിച്ചേക്കണം. നോക്കി നിന്ന് കഥ പറഞ്ഞൊക്കെ നിൽക്കാനാണെങ്കിൽ സാധനം കിട്ടാത്തൊന്നും. അങ്ങനെ ഒരു ചേച്ചി അവിടെ നിന്ന് ഒരു ബക്കറ്റ് നിറച്ച് മീൻ വെച്ചിട്ട് 200 രൂപ വില പറഞ്ഞേ. അപ്പോൾ ഞാൻ 200 രൂപയ്ക്ക് നമുക്ക് വേണ്ടിച്ചാൽ 100 രൂപയ്ക്ക് മതി എന്നൊക്കെ പറഞ്ഞ് നിന്നപ്പോഴേക്കും ആ ചേച്ചി അതിങ്ങനെ ഒരു കൊട്ടയിലോട്ട് ചൊരിഞ്ഞിട്ട് കാണിച്ചു തന്നിട്ടാ. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു വേണ്ട, അത് നിറയെ മറ്റേ പൊടിമീനായിരുന്നു. അപ്പം പിന്നെ അത് വാങ്ങിക്കാൻ വേണ്ടി നിന്നില്ല, ആവശ്യമില്ലായിരുന്നത്. പിന്നെ അവിടെ നല്ല പോലെ വെയിൽ കൊണ്ട് നല്ല രീതിയിൽ കരിവാളിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു മതി, നമുക്ക് പോവാം, ഇനി വേറൊരു ദിവസം വന്നിട്ട് നമുക്ക് നേരത്തെ വന്ന് വാങ്ങിക്കാം, ഇപ്പം ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മളവിടെ അധികം നേരം അവിടെ നിന്നില്ല കേട്ടോ. എല്ലാവരും കറിക്ക് വന്ന് നോക്കി നിൽക്കണേണ് കിട്ടുമെന്നും പറഞ്ഞിട്ട്. കാരണം ഒരുപാട് മീൻ കിട്ടി, 100 രൂപയ്ക്കാണെങ്കിൽ ഒരുപാട് കൊടുക്കും. അതുകൊണ്ടിട്ടാണ് എല്ലാവരും ഇവിടെ വന്ന് വാങ്ങിക്കാൻ വേണ്ടി നോക്കണത്. പക്ഷേ സമയം കഴിഞ്ഞു പോയി. അങ്ങനെ നമ്മൾ നിരാശരായിട്ട് തിരിച്ചു പോന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണേ.